Hello, sir. Hello, sir. ഇറ്റ്സ് എ വെരി ഇൻഫോർമൽ മീറ്റിംഗ്. അതുകൊണ്ട് ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിക്കേണ്ടി വന്നതിന് താങ്ക്സ് അഗൈൻ. ഞാൻ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കടക്കാം. കേസ് നമ്പർ 18. ഒരുപാട് പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരെ കൊന്നിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും പോലീസ് ഓഫീസേഴ്സ് ആണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നാണക്കേടും ദേഷ്യമാണ് വരുന്നത്. സാറേ, അവര് കൊന്നതിൽ എൻ്റെ ഭാര്യയുണ്ട്. ഞാൻ നിങ്ങളെ എന്തിനാണ് വിളിപ്പിച്ചെന്ന് വെച്ചാൽ അവരിനിയും എത്ര പേരെ കൊല്ലുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിനു മുമ്പ് നമ്മൾ അവരെ പിടിച്ചിരിക്കണം. അവൻ എന്തെങ്കിലും നെക്സ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും അവനെ പിടിക്കണം. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മൾ അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആരാണെന്നോ അവൻ്റെ ക്യാരക്ടർ എന്താണെന്നോ അറിയണം. എൻ്റെ അനാലിസിസ് അനുസരിച്ച് സൈക്കോ കില്ലേഴ്സിൽ 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് കാറ്റഗറി, കൊല്ലുന്നതിന് മുമ്പ് ആ വിക്ടിമിന്റെ വേദന എൻജോയ് ചെയ്യും. ആ വേദനയിൽ നിന്ന് കിട്ടുന്ന സൈഡിസ്റ്റിക് പ്ലഷർ, ആ അഡ്രിനലിൻ റഷിലാണ് മർഡർ ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറി, പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്ത് എന്തോ നേടിയെടുത്ത പോലെ ഒരു സിഗ്നേച്ചറും വിട്ട് ആൾക്കാരുടെ മനസ്സിൽ പേടിയുണ്ടാക്കുന്നത്. ആ പേടി അവർ എൻജോയ് ചെയ്യും. എന്നാൽ ഈ കില്ലർ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ആളല്ല. ഹീസ് നോട്ട് എ സൈക്കോപാത്ത്. അല്ല സാറേ, അവർ ഇന്നസെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഹീസ് എ സൈക്കോപാത്ത്. ദേ വർ ഓൾ ഹെൽപ്ലെസ്. മരിച്ചതെല്ലാം സ്ത്രീകളാണ്. ബട്ട് ഐ സീരിയസ്ലി ഡൗട്ട് ഇഫ് ഹീസ് എ സൈക്കോപാത്ത്. കാരണം അവൻ ആരെയും ടോർച്ചർ ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കൂ, ഏതൊരു മർഡറിലും ബ്ലഡ് ഷെഡ് ഇല്ല. ദേ വർ ഓൾ ഡെഡ് ബിഫോർ ദേ കുഡ് റിയലൈസ്. ക്വിക്ക് ഡെത്ത്സ്. ഇല്ല സാറേ, കില്ലർ എല്ലാ സ്ഥലത്തും അവന്റെ സിഗ്നേച്ചർ വിട്ടിട്ട് പോകും. ഹി വാണ്ട്സ് ടു ബി പോപ്പുലർ. പോപ്പുലർ ആവണമെങ്കിൽ ആദ്യം ജനങ്ങളെ പേടിപ്പിക്കണം. ആ പേടി കൊണ്ടുവരാനാണ് ഇവൻ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മർഡേഴ്സ് നടന്ന ഡേറ്റ്സ് നോക്ക്. 2015 1, 2018 2, ഇപ്പോ 1. ഇതിലൊന്നിലും യൂണിഫോംസ് ഇല്ല, പാറ്റേൺസ് ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഓരോ മർഡറിനും ടൈം ചൂസ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു ക്ലൂ പോലും തരാതെ ചെയ്ത പെർഫെക്റ്റ് ക്രൈമാണ്. ഹീസ് നോട്ട് എ സൈക്കോ കില്ലർ. ഒരു സൈക്കോ കില്ലറുടെ വേഷം അണിഞ്ഞ് പോലീസിനെ ഡൈവേർട്ട് ചെയ്യുന്ന കില്ലറാണ് അവൻ. ഇത് നമുക്കെതിരെയുള്ള റിവെഞ്ചാണ്. അവൻ ഇട്ടിട്ട് പോയ കർമ്മ സിമ്പിളില് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ സർ? അത് സിമ്പിളോ സിഗ്നേച്ചറോ അല്ല. അവൻ നമ്മളോട് എന്തോ പറയാണ്. എന്ന് വെച്ചാ അവൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യവും ചീത്ത കാര്യവും എപ്പോഴും നമ്മളെ പിന്തുടരും എന്നതാണ്. എക്സാക്ട്ലി. ഇതുപോലത്തെ ദുസ്സംഭവങ്ങളെല്ലാം നമ്മളെ മാത്രമാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും. നമ്മൾ എന്ത് തെറ്റാ സാറേ ചെയ്തത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കർമ്മയെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വൈ ഈസ് ടാർഗറ്റിംഗ് അസ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. സർവിക്കൽ ഏരിയ ഫ്രാക്ചർ ചെയ്താണ് അവൻ ആൾക്കാരെ കൊല്ലുന്നത്. എന്നാൽ എല്ലാവരുടെ നെക്ക് പോർഷനും അതേപോലെ ഇഞ്ചേർഡ് ആണ്. വൈ ഓൺലി ദാറ്റ്? എന്തിനാ അവൻ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നത്? ദർ ഇസ് എ മെസ്സേജ്, മേ ബി എ വെരി 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 ഇമോഷണൽ വൺ. കോയിൻസിഡന്റൽ ആയിട്ട് അവൻ എന്തെങ്കിലും സർവിക്കൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ ബെഡ് റിഡൻ ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയി കാണും. സോ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഹീ ഇസ് നോട്ട് ദ വിക്ടിം. എന്നാൽ വിക്ടിം അയാൾക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അമ്മ, അനിയത്തി, അച്ഛൻ, ബ്രദർ, ആരും ആയിരിക്കാം. ദാറ്റ് ബ്രിങ്സ് മീ ബാക്ക് ടു അസ് അഗൈൻ. ഇതുവരെ മരണപ്പെട്ടതെല്ലാം പോലീസ് ഓഫീസേഴ്സിന്റെ ഭാര്യമാരാ. മരിച്ചുപോയത് ചിലപ്പോൾ അയാളുടെ ഭാര്യയായിരിക്കാം. ഇങ്ങനെയായിരിക്കും മരിച്ചത്. ടു ബി പ്രിസൈസ്, നമ്മൾ കാരണമായിരിക്കും മരിച്ചത്. ഇതിലെനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ പരസ്പരം പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ്. സോ അയാളുടെ ടാർഗറ്റ് നമ്മുടെ ഭാര്യമാരല്ല, നമ്മളാണ്. ഐ എം ഷുവർ there are some details hidden with us. നമ്മൾ ഉത്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യത്തിനും we are the answers. സാറേ,
നമ്മളെല്ലാം ഒരു ബാച്ചല്ല. ഒരു കേസ് പോലും ഒരുമിച്ച് അന്വേഷിച്ചിട്ടില്ല. എനിക്കറിഞ്ഞ് അവന് നമ്മളടുത്ത് ഡൗട്ട് വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല സാറേ. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ നമുക്ക് എവിടെയൊക്കെ ഡ്യൂട്ടി തരുന്നു എന്ന് അവനെങ്ങനെ അറിയാനാ? ഈ ഗണപതി നിമജ്ജനം, പിന്നെ കർഫ്യൂ, സ്കൂൾ ഡ്യൂട്ടി, പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി, അത് ഇതെന്ന് ഒരുപാടുണ്ടല്ലോ. അതൊക്കെ അവൻ ഓർമ്മിച്ചിരിക്കാൻ ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ സാർ.